എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അടുത്തതായി പുതിയൊരു പുസ്തകവുമായിട്ട് വരികയാണ്. സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരി ദേവീ തത്വത്തെക്കുറിച്ചും ദേവിയെ വർണ്ണിക്കുന്നതുമായ സ്തുതിയാണ്. ദേവീതത്വവും അടങ്ങിയിരിക്കുന്ന സ്തുതികളും ദേവിയെ വർണ്ണിക്കുന്ന സ്തുതികളുമാണ്. സൗന്ദര്യ ലഹരി എന്ന് പറയുമ്പോൾ സൗന്ദര്യം എന്ന് പറയുന്ന സുന്ദരമായ എന്തിനേയും നമ്മൾ സൗന്ദര്യമുള്ളത് എന്ന് പറയും. ഇപ്പം കാണാൻ ഭംഗിയുള്ള എന്തിനേയും നമ്മൾ സുന്ദരമെന്ന് പറയും. ഇവിടെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച മാതാവിനെക്കുറിച്ച്. ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം അത് ദേവീഭാവത്തിൽ സൗന്ദര്യലഹരിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പം ഈ സൗന്ദര്യലഹരിയിൽ 100 ശ്ലോകങ്ങളാണുള്ളത്. ആ 100 ശ്ലോകങ്ങളിൽ 41 ശ്ലോകം ആനന്ദലഹരി എന്ന് അറിയപ്പെടുന്ന ആ 41 ശ്ലോകങ്ങൾ ശ്ലോകത്തിൽ ദേവീതത്വം വർണ്ണിക്കുന്നു. അതിനുശേഷം 100 വരെയുള്ള ശ്ലോകങ്ങൾ സൗന്ദര്യലഹരിയിൽ ദേവിയെ വർണ്ണിക്കുകയാണ്, ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് പ്രപഞ്ച മാതാവാണ്. അപ്പോൾ ആ പ്രപഞ്ച മാതാവിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ പ്രപഞ്ച മാതാവ് ആരാണ്, എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ പ്രപഞ്ച മാതാവിനെ, ആ പ്രപഞ്ച ശക്തിയെ വർണ്ണിക്കുന്ന ഈ സൗന്ദര്യലഹരി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കേട്ടതും വായിച്ചതും അറിഞ്ഞതുമായ അറിവ് നിങ്ങളിലേക്കും കൂടി തരികയാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഇതിൽ വരാം. കാരണം ഞാൻ സാധാരണക്കാരിയായ ഒരാളാണ്. അപ്പോൾ സൗന്ദര്യലഹരി പോലെയുള്ള ഈ ദേവി ഗ്രന്ഥം എനിക്ക് പറയാനും വായിക്കാനും അത് ഒന്ന് ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതും ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് പറയണമെങ്കിലും കേൾക്കണമെങ്കിലും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യണമെന്ന്. നമ്മൾ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഇത് കേൾക്കാനും പറയാനും സാധിക്കുകയുള്ളൂവെന്ന്. അപ്പോൾ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹമില്ലാതെ നമുക്കിത് പറയാൻ സാധിക്കുകയില്ല. അപ്പം പൂർണ്ണമായും എന്നെ തന്നെ ദേവിയിൽ സമർപ്പിച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കണേ ദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യ ലഹരി. ശങ്കരാചാര്യ രചിച്ച സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകമാണ് പറയുന്നത്. ഓം ഹരി ശ്രീ ഗണപതി നമ. വിഘ്നമസ്തു സ്ത്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ശ്ലോകം 1. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരവി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യ പ്രഭവതി. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരവി
പ്രണന്തും സ്തോതും വാ കഥം അഗതപുണ്യ പ്രഭവതി. അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുരസുന്ദരി, സർവമംഗളകാരകനായ പരമശിവൻ ശക്തിസ്വരൂപിണിയായ നിന്തിരുവിളിയോട് കൂടിയവനായി ഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് യോഗ്യനായിത്തീരുന്നു, ശക്തനായിത്തീരുന്നു. ആ പരമശിവൻ അല്ലെങ്കിൽ ആ ചൈതന്യം, ആ ശക്തി അങ്ങനെ കൂടിയിരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ പരമശിവൻ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട ശക്തി സ്വരൂപിണിയായ നിന്തിരുവടിയോട് കൂടിയവനായി ഭവിക്കണം. എന്ന് വെച്ചാൽ പ്രപഞ്ച സൃഷ്ടിക്ക് ശിവൻ എല്ലാ എന്താ പറയുക ശക്തമാനായ എല്ലാ ശക്തിയും ഉള്ള ആളാണ്. പക്ഷേ പ്രപഞ്ചത്തിലൊരു സൃഷ്ടി വേണമെങ്കിൽ, സൃഷ്ടി നടക്കണമെങ്കിൽ എന്ത് വേണം? ആ പരബ്രഹ്മത്തിൻ്റെ കൂടെ, ആ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ കൂടെ പരാശക്തിയും കൂടെ ചേരണം. ശക്തി സ്വരൂപിണിയായ, അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി, അവിടുന്ന് ആ പരമശിവനോട് കൂടി, ആ പരബ്രഹ്മ സ്വരൂപത്തിനോട് കൂടി ചേർന്നില്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് യോഗ്യമല്ലാതായി തീരുന്നു. അപ്പം പരബ്രഹ്മ സ്വരൂപമായ പരമശിവനോടൊപ്പം തന്നെ ശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുകയുള്ളൂ. അപ്പം ആ പരമശിവൻ, ശിവൻ്റെ ആ ഒരു ചൈതന്യം ഈ പരാശക്തിയിൽ കൂടിയിരുന്നില്ലെങ്കിൽ ഒന്നിളകുന്നതിന് പോലും ആ ശിവന് സമർത്ഥനായി ഭവിക്കുന്നില്ല, ശക്തി ഉണ്ടാകുന്നില്ല. അപ്പം ശിവന് ശക്തി വേണമെങ്കിൽ എന്ത് വേണം? ആ ശക്തി സ്വരൂപിണിയായ ദേവിയും വേണം. അപ്പം ശിവനും ശക്തിയും ഒന്നിച്ചു ചേർന്നെങ്കിലേ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മ വിഷ്ണു മഹേന്ദ്രാദികളാൽ ആദരിക്കപ്പെടുവാൻ യോഗ്യത ആർക്കുണ്ട്? ഈ മഹാത്രിപുര സുന്ദരിക്കുണ്ട്. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത്, ഈ പരാശക്തി സ്വരൂപിണി എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു രുദ്രാദികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാൽ പോലും ആരാധിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണ്. കാരണം ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമെങ്കിൽ ഈ ശക്തി വേണം. വിഷ്ണുവിനെ എല്ലാത്തിനെയും പരിപാലിക്കണമെങ്കിൽ, സൃഷ്ടിച്ചതിനെയൊക്കെ പരിപാലിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ശക്തി ഉണ്ടാകണം. അപ്പോൾ രുദ്രനും അത് സംഹരിക്കുന്നതിനും ഈ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ ഇവർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാൽ ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും, അതായത് ഈ ദേവിയെ സ്തുതിക്കുന്നതിന് ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായി ഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ദേവിയുടെ നാമങ്ങൾ, ഈ സ്തുതികൾ കേൾക്കുവാനും പറയുവാനും ജഗദംബികയുടെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സൃഷ്ടിസ്ഥിതി ലയം നടക്കണമെങ്കിൽ ഈ ആദിപരാശക്തി എന്ന് പറയുന്ന ശക്തി കൂടെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സൃഷ്ടിയും സ്തുതിയും സംഹാരവും ഒക്കെ ഇവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ സാധാരണക്കാരായ നമുക്ക് ഈ ദേവിയെ സ്തുതിക്കണമെങ്കിൽ അല്ലെങ്കിൽ പറയണമെങ്കിൽ ഇത് കേൾക്കുവാനും, അതായത് ഈ സൗന്ദര്യലഹരി എന്ന ഗ്രന്ഥത്തിൻ്റെ സ്തുതി കേൾക്കുവാനും പറയുവാനും ജഗദംബയുടെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജഗദംബയുടെ ശക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവരാകണം. അതാണ് പറയുന്നത്, ഈ ദേവിയെ ആരാധിക്കപ്പെടുവാൻ എന്ത് വേണം? ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്ത ഒരുവനും സാധിക്കില്ലെന്ന് വെച്ചാൽ ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ സ്തുതികൾ കേൾക്കാനും പറയാനും സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ദേവിയുടെ അനുഗ്രഹം, ആ പരാശക്തിയുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നമ്മൾ ദേവിയുടെ സൗന്ദര്യലഹരി എന്ന ദേവീ തത്വം അടങ്ങിയിരിക്കുന്ന ദേവീ തത്വത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ശിവശക്തിയാ യുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമവി
അധസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാതി ഫിരഭി പ്രണന്തും സ്തോതും വ കഥം അകൃതപുണ്യ പ്രഭവതി. അപ്പം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈ പരബ്രഹ്മത്തെയും പരാശക്തിയുടെയും അനുഗ്രഹം, ആ പരാശക്തിയുടെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഒന്ന് ഇളകാൻ പോലും പറ്റുകയുള്ളൂ, നമുക്കൊന്ന് ചലിക്കാൻ പറ്റുകയുള്ളൂ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കൊക്കെ ശക്തി കൊടുക്കുന്ന ആ പരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.